ഹായ് ഹലോ എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ഫസീന. ഇന്നൊരു ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ കൈമ റൈസ് എടുത്തിട്ടുണ്ട്. കൈമ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീരകശാല റൈസ്, ചെറിയ റൈസാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ആ ഒരു റൈസും കൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയാൽ. നമ്മുടെ ലോങ് റൈസിനേക്കാളും വളരെ ടേസ്റ്റാണ്. ഇതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, പെരിഞ്ജീരകം, ബേ ലീഫ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് എത്ര ഗ്ലാസ് അരിയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് ഉപ്പ്, അരമുറി നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഈ റൈസ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ബീഫ് മസാല റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുക്കറിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ, പിന്നെ അല്പം വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് ഒരു 4 വിസിൽ വരുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, 2 പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് ഇളക്കുക. എന്നിട്ടൊരു 3 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. ബീഫ് വെന്ത ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബീഫ് മസാല. ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ റൈസ് വെന്തോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80% മാത്രമായിരിക്കണം നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. ബാക്കി നമുക്ക് ദമ്മിടുന്ന ടൈമിൽ ഇത് വെന്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് റൈസ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദമ്മിടുന്നതിനായിട്ട് ഒരു കടായി അടുപ്പിലോട്ട് വെക്കാം. അതിലേക്ക് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച്. ഇനി നമുക്ക് ഹാഫ് റൈസ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഹാഫ് റൈസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബീഫ് മസാല പകുതി ചേർത്ത് കൊടുക്കണം. എല്ലാം ഒന്ന് നിരത്തി ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു അല്പം പൈനാപ്പിൾ എസൻസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി റൈസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യണം. അതിന് മുകളിൽ നമുക്ക് ബാക്കി ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയും കാഷ്നട്ടും ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി മല്ലിയില കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഇതൊന്ന് ദം ഇടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കുക. ഇതേപോലെ ലോ ഫ്ലെയിമിൽ നല്ല കട്ടിയുള്ള ഇതേപോലത്തെ ഒരു അടപ്പ് വെച്ചിട്ട് വേണം അടച്ച് വെക്കേണ്ടത്. ആവിയൊന്നും പുറത്തോട്ട് പോകാത്ത രീതിയിൽ. അല്ലെങ്കിൽ ബോയിൽഡ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. 5 മിനിറ്റ് ചെറിയ തീയിൽ ആവി കയറ്റി വേവിക്കുക. നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ഒരു തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.